ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം ദാവീദ് രചിച്ചതായിട്ടുള്ള സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് 59-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാം. 59-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കാണുന്നത് സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചത്. ആ സംഭവം നമ്മൾക്ക് 1 ശമൂവേൽ 19-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെ ശൗലിൻ്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തൻ്റെ അരമനയിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചൂരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. കുന്തം ചൂരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തു നിന്ന് കൊല്ലുവാൻ വേണ്ടി കൊന്നുകളയേണ്ടതിന് ശൗൽ അവൻ്റെ ദൂതന്മാരെ ദാവീദിൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ് മീഖൾ ദാവീദിനോട് പറഞ്ഞു, നീ വേഗം രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് മീഖൾ ദാവീദിനെ കിളിവാതിൽ കൂടെ ഇറക്കി വിട്ടു. അങ്ങനെ ദാവീദ് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ജനം കാത്തുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൾ ചെയ്തത്, അവൾ വളരെ മിടുക്കിയാണ്, വേഗമുള്ള സ്ത്രീയായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൾ ഒരു ബിംബം എടുത്ത് കട്ടിലേക്ക് കിടത്തി, അതിൻ്റെ കട്ടിൽ കിടത്തിയിട്ട് അതിൻ്റെ തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിയും ഇട്ട് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ച് അങ്ങനെ ദാവീദ് ദീനമായി കിടക്കുന്നു എന്നുള്ളത് ദൂതന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, ദാവീദ് ദീനമായി കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ കിട്ടി. ആ സമയം കൊണ്ട് ദാവീദ് രക്ഷപ്പെടുന്നതായിട്ടും ദൂതന്മാർ വന്ന് നോക്കിയപ്പോൾ ശൗൽ വിചാരിച്ചു ദാവീദിനെ കൊല്ലാമെന്ന്. നോക്കിയപ്പോൾ അത് ബിംബമാണെന്ന് മനസ്സിലാക്കി അവളോട് ദേഷ്യപ്പെടുന്നൊക്കെ ആയിട്ട് നമുക്കുള്ള ചരിത്രം നമുക്കറിയാം. അങ്ങനെയുള്ള ആ സന്ദർഭങ്ങൾ അപ്പോൾ എന്തോരം ഭയാനകമായ ഒരു സാഹചര്യമാണ് ദാവീദിനുണ്ടായത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. സാധാരണ ഒരു വ്യക്തിയല്ല, ഒരു രാജാവാണ്, രാജാവിൻ്റെ സൈന്യമാണ് ആ വീടിന് ചുറ്റും പാളയമിറങ്ങി അവനെ കൊല്ലുവാനായിട്ട് നോക്കുന്നത്. ആ സമയത്ത് നമ്മളാണെങ്കിൽ പേടിച്ച് വിറച്ച് കണ്ണുനീരിൽ കുതിർത്ത് എന്തു ചെയ്യണമെന്ന് അറിയാതെ വിറച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുതിയ സങ്കീർത്തനമാണ് 59-ാം സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ദാവീദ് പറയുകയാണ്, അവർ സന്ധ്യാസമയത്ത് മടങ്ങി വരുന്നു. നായയെപ്പോലെ കുരച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. ആർ കേൾക്കുമെന്ന് അവർ പറയുന്നു. എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലി ചിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ദാവീദിൻ്റെ ആ ധൈര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായയെപ്പോലെ കുരച്ചും കൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവൾ രാത്രി മുഴുവനും താമസിക്കുന്നു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ദുഷ്ടന്മാർ എൻ്റെ ചുറ്റും നടക്കുകയാണ്, എന്നെ കൊല്ലുവാൻ നടക്കുകയാണ്, എന്നെ കിട്ടിയാൽ അവർ നശിപ്പിക്കുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുകയാണ്. എന്നാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, കർത്താവേ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. ദൈവമേ, അതിൻ്റെ 59-ൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം എൻ്റെ ഗോപുരമാകുന്നു, എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേക്കും, ദൈവം എൻ്റെ ശത്രുക്കളെ കണ്ട് രക്ഷിക്കുമാറാക്കും. അതാണ് ദാവീദിൻ്റെ വിശ്വാസം. എബ്രായലേഖനത്തിൽ നമുക്ക് കാണുന്നു, 11-ാം അധ്യായത്തിൽ നാം കാണുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ആ വിശ്വാസം പലപ്പോഴും പ്രിയ സഹോദരിമാരെ നമ്മൾക്കില്ല. ദാവീദിൻ്റെ ചുറ്റും ശത്രുക്കളാണ്, രാജാവാണ് അവനെ കൊല്ലുവാനായിട്ട് നോക്കുന്നത്. എന്നാൽ ആ സമയത്തും അവൻ്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു. അവൻ വേറെ ഒന്നിലും അല്ല വിശ്വസിച്ചത്, അവൻ്റെ ബുദ്ധിയിലോ അവൻ്റെ കഴിവിലോ ഒന്നുമല്ല ആശ്രയിച്ചത്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത്. നിൻ്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തണമേ. അവരുടെ വായിലെ പാവവും അതിരങ്ങളുടെ വാക്കൾ നിമിത്തം അവർ പറയുന്ന ശാപവും
ഭോഷ്ക് നിമിത്തം അവർ തങ്ങളുടെ അഹങ്കാരത്താൽ പിടിപെട്ട് പോകട്ടെ എന്നുള്ള ധൈര്യത്തോടുകൂടെ യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നതും എൻ്റെ അതിക്രമം ഹേതുവായിട്ടില്ല, എൻ്റെ പാപം ഹേതുവായിട്ടില്ല എന്ന ധൈര്യത്തോടുകൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് കർത്താവേ നീ ഉണരണമേ. നീ ഉണർന്നാൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ പുറത്തും ശത്രുക്കൾ തൻ്റെ ചുറ്റുമുണ്ടെന്നുള്ള അറിവിലും ദൈവം എന്നോട് കൂടെയുണ്ട്, അവൻ എനിക്ക് മതിയായവനാണ്, അവൻ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണ് എന്നുള്ള ആ ധൈര്യത്തിൽ എഴുതുന്ന സങ്കീർത്തനമാണ് 59-ാം സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയുമ്പോൾ, മറ്റുള്ളവരുടെ ചതിയിൽ നാം പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ ട്രാപ്പ് ചെയ്യുമ്പോൾ, ഈ സമയങ്ങളിലെല്ലാം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മളെ അറിയുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കുവാനായിട്ട് അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ശത്രുക്കളുടെ കയ്യിൽ നാം പെട്ടുപോയി എന്ന് വന്നേക്കാം, എന്നാൽ ഒരിക്കലും അവൻ നമ്മെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. അവൻ നമ്മെ വിടിവിക്കാൻ ശക്തനാണ് എന്നുള്ളത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് പറയുകയാണ്, ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. അതെ, നമ്മുടെ ജീവിതത്തിലും ഈ ധൈര്യം നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, കാരണം സർവശക്തനായ ദൈവമാണ് എന്നോട് കൂടെ ഉള്ളത്. അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് പഠിക്കും. ഞാനൊന്നുമല്ല എന്നിരുന്നാലും അങ്ങയുടെ ദയയാൽ എന്നെ കാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ നിന്നെ ഘോഷിച്ച് ആനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എൻ്റെ ബലമായുള്ളവയെ ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയവുള്ള ദൈവവുമല്ലോ. അതൊരു ഗോപുരം പോലെ, ഒരു പ്രൊട്ടക്ഷൻ പോലെ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ വിശ്വാസം ദാവീദിന് ദൈവത്തിലുണ്ടായിരുന്നതുകൊണ്ട് ദാവീദിനെ ദൈവം രക്ഷിച്ചു. സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശൗൽ എത്ര നോക്കിയിട്ടും ദാവീദിൻ്റെ ഒരു തലമുടി പോലും തൊടുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ്, നമ്മളെ കരുതുന്ന കർത്താവാണ്. അവൻ ബലമുള്ള കർത്താവാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, ഏത് പ്രശ്നമായിക്കോട്ടെ അതിൽ നിന്ന് വിടുവിപ്പാൻ സർവശക്തനാണ് നമ്മോട് കൂടെയുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറയാം, കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. അതെ, ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. ഞാൻ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. എൻ്റെ ബലമായുള്ളവയെ ഞാൻ നിനക്ക് സ്തുതി പാടും. നീ എൻ്റെ ദൈവമല്ലോ, നീ എൻ്റെ ഗോപുരമാകുന്നു എന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.